പട്ടിണി കൊണ്ട് വലയുന്ന ഗസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ 100ഓളം സഹായ ലോറികൾ അക്രമാസക്തമായി കൊള്ളയടിച്ചെന്ന് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി. തെക്കൻ ഗസയിലേക്കുള്ള വണ്ടികൾ ഇസ്രായേൽ നിയന്ത്രിത കെരോം ഷാലോം ക്രോസിംഗിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ ഡ്രൈവർമാരെ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് സാധനങ്ങൾ ഇറക്കാൻ നിർബന്ധിതരാക്കിയതായിട്ടും 97 ലോറികൾ നഷ്ടപ്പെട്ടുവെന്നും ഉണർവ അറിയിച്ചിരിക്കുകയാണ്. മുഖംമൂടി ധരിച്ചവർ വാഹന വ്യൂഹത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ് ആക്രമണം നടത്തിയതായിട്ടും ദൃക്സാക്ഷികൾ പറഞ്ഞു. കുറ്റവാളികളെ തിരിച്ചറിഞ്ഞില്ല എന്നും ഗസയിൽ സിവിൽ ക്രമം ആകെ തകർന്ന് പ്രവർത്തനം അസാധ്യമായ അന്തരീക്ഷമായി മാറിയിരിക്കുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നതെന്നും ഉണർവ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനി പറഞ്ഞു. ഉടനടി ഇടപെടലില്ലാത്ത പക്ഷം മനുഷ്യത്വപരമായ സഹായത്തെ ആശ്രയിക്കുന്ന 20 ലക്ഷം ആളുകൾക്ക് അതിജീവിക്കാനാവാത്ത വിധം ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ ഗസ മുനമ്പിലെ പ്രദേശങ്ങളിൽ ക്ഷാമം ആസന്നമായിരിക്കുന്നതിനുള്ള ശക്തമായ സാധ്യതയുണ്ട് എന്ന് ഈ മാസം ആദ്യം UN മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2023 ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം എപ്പോഴത്തെക്കാളും കുറച്ച് സഹായ ലോറികൾ കഴിഞ്ഞ മാസം ഗസയിലേക്ക് പ്രവേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.